ഗുഡ് മോർണിംഗ്. ഗിഫ്റ്റ് നിഫ്റ്റി ഏകദേശം 55 പോയിൻ്റ് ഡൗൺ ആണ്. അപ്പോൾ ട്രെൻഡ് ഓൾറെഡി അപ്പോഴും നെഗറ്റീവ് ട്രെൻഡാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ടെക്നിക്കലൊന്നും നോക്കേണ്ട കാര്യമില്ല, ട്രെൻഡ് നെഗറ്റീവാണ്. ഇനി ന്യൂസിനെ ബേസുള്ള മൂവ്മെൻറ്റ് വാച്ച് ചെയ്യുക എന്നുള്ളത് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം മാർക്കറ്റ് ഒരുപാട് ഇങ്ങനെ കണ്ടിന്യൂസ് താഴത്തേക്ക് പോകുക എന്നുള്ളതല്ലല്ലോ. ഇടയ്ക്ക് ഒന്ന് ജമ്പ് ചെയ്യാം, താഴത്തേക്ക് ചെയ്യാം, അപ്പോൾ പിന്നെ താഴത്തേക്ക് ചെയ്യാം. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനെ നമുക്ക് പഠിക്കാൻ പറ്റില്ല. കാരണം നമുക്ക് മാർക്കറ്റിൽ ഒരു മൂവ്മെൻറ്റ് ഉണ്ടാക്കാൻ കുറച്ച് ഓപ്പറേറ്റേഴ്സ് മതി എന്നുള്ളൊരവസ്ഥയിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ ട്രെൻഡ് നെഗറ്റീവാണെന്നുള്ള മാത്രം കൺഫേം ചെയ്യുക. 1 ഡേ ചാർട്ടാണ് റുപ്പിയുടെ. അപ്പോൾ ഇന്നലെ 90.32 എന്നുള്ളത് ഇന്ന് 90.34 ഏകദേശം 2025-ൻ്റെയാണ് കാലത്തെ. പക്ഷെ നമുക്കറിയാമല്ലോ ഈ ഒരു ന്യൂസ് നെഗറ്റീവ് ആക്കുകയാണ്. ഓക്കെ, നെഗറ്റീവ് ആക്കുകയാണ്. അപ്പോൾ ഇതിൽ എത്ര ബൗൺസ് ബാക്ക് വന്നാലും അത് നമ്മളെ ഗവൺമെൻറ്റിന് വേണമെങ്കിൽ കുറച്ച് ബൗൺസ് ബാക്ക് ചെയ്യിക്കാൻ പറ്റുമായിരിക്കാം. പക്ഷേ ബൗൺസ് ബാക്ക് ചെയ്യിപ്പിക്കാൻ സാധ്യത കൂടുതലാണ് കേട്ടോ. കാരണം ഇതിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ആ ഒരു ഓവർ ലെവലിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ചിലപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് ഇൻവോൾവ്മെൻറ്റ് RBI കാണിക്കും. സാധാരണ RBI അത് കാണിക്കാൻ നിൽക്കണമെങ്കിൽ 10:30 ശേഷം RBIയുടെ ഒരു മൂവ്മെൻറ്റ് ഉണ്ടായിരുന്നു വരാം കേട്ടോ. 10:30 അപ്പോൾ സൂക്ഷിച്ചോളൂ. 10:30 ഇതൊരു എക്സ്പീരിയൻസാണ് പറയുന്നത്. എന്തെങ്കിലും മാർക്കറ്റ് വലിയൊരു റിക്കവറിയുടെ ഒരു പാത്ത് ഉണ്ടെങ്കിൽ 10:30 ആയിരിക്കും കേട്ടോ. അതൊന്നും മറക്കണ്ട. കാരണം 10:30 ചിലപ്പോൾ ഡോളറിൽ എന്തെങ്കിലും മൂവ്മെൻറ്റ് വരുത്താൻ ചിലപ്പോൾ RBI ശ്രമിക്കും. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ മാർക്കറ്റ് അവിടുന്ന് ടേൺ ചെയ്യും. അപ്പോൾ നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക, 10:30 ശേഷമുള്ള ഷോട്ടിൽ നിങ്ങളെപ്പോഴും ഒരു ശ്രദ്ധ കൊടുത്തോളൂ. അത്ര പറയാൻ പറ്റില്ല. ആ സമയം 10:30 ശേഷം ഈ ഡോളറിൽ 90-94 എന്നുള്ളത് വലിയ വേരിയേഷനിൽ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ വീണ്ടും ഡൗൺ ട്രെൻഡ് നോക്കൂ. ഇങ്ങനത്തെ ഒരു മാർക്കറ്റാണ്. നമുക്ക് ഒരു പോസിറ്റീവ് ട്രെൻഡല്ല ഇവിടെ പറയാനുള്ളത്. ഇതിനെ എങ്ങനെ ഗവൺമെൻറ് മേക്കപ്പ് ചെയ്യും എന്നുള്ളതാണ്. അടുത്ത RBI പോളിസി നാളെ വരാൻ പോണ RBI പോളിസി എനിക്ക് തോന്നുന്നു പ്രത്യേകിച്ച് ഒരു ഗുണവും മാർക്കറ്റിൽ പോളിസിയിൽ ഉണ്ടാവില്ല. നിങ്ങൾ കാര്യം മനസ്സിലാക്കുക. ഇതിൽ നെഗറ്റീവ് പറയാം. ഒന്ന്, പോളിസിയിൽ 25 പൈസയെങ്കിലും കുറച്ചില്ലെങ്കിൽ അടുത്ത സെല്ലിങ് വരും മാർക്കറ്റിൽ. എൻ്റെ ഒരു ഐഡിയ ആണ് പറയുന്നത്. അതേസമയം കുറച്ചു എന്ന് കരുത്, അതുകൊണ്ട് പ്രത്യേകിച്ച് വേരിയേഷൻ വരാനില്ല. അപ്പം ഞാൻ മാർക്കറ്റിൽ കുറച്ചു എന്ന് വിചാരിച്ചിട്ട് വലിയ വേരിയേഷൻ വരാനില്ല. പക്ഷെ കുറച്ചില്ലെങ്കിൽ വീണ്ടും മാർക്കറ്റ് ക്രാഷ് ചെയ്യും. അതാണ് എല്ലാവരും സെൻറ്റിമെൻ്റ് എടുത്തിരുന്നത്. കുറച്ചു എന്ന് വെച്ചോട്ട് മാർക്കറ്റ് വലിയ കത്തി കയറാനും പോകില്ല. കുറച്ചില്ലെങ്കിൽ നല്ല സെല്ലിങ്ങും വരും. അപ്പോൾ അതൊന്ന് സൂക്ഷിക്കുക. ഡിഫൻസ് സ്റ്റോക്കുകളിൽ ഒക്കെ വലിയ ഓപ്ഷൻസൊക്കെ വരുന്ന പലരും പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അതിലൊന്നും വലിയൊരു ഗൗരവം കൊടുക്കേണ്ടതുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്. വ്യക്തിപരമായ തീരുമാനമാണ്. പലരും പറയും ഡിഫൻസിലൊക്കെ വലിയൊരു മൂവ്മെൻറ്റ്സോ അല്ലെങ്കിൽ വലിയൊരു ഫ്ലൈറ്റ്സിൻ്റെ ബുക്കിങ്ങോ അതൊക്കെ വന്നാലും ഇതൊന്നും മാർക്കറ്റ് എടുക്കാൻ സാധ്യതയില്ല. ഉക്രൈൻ വാറുമായിട്ട് വല്ല പോസിറ്റീവ് ന്യൂസ്, ഞാനതാ പിന്നെയും പറയുന്നത്, ഉക്രൈൻ വാറുമായിട്ട് ഒരു പോസിറ്റീവ് ന്യൂസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ഒരു വലിയൊരു പ്രതിച്ഛായയ്ക്ക് നന്നതാവും. അതുമാത്രമല്ല, ഈ ഒരു കാര്യത്തിൽ ഇതിലൊരു ഇൻവോൾവ്മെൻറ്റ് ട്രംപും കൂടി ചേരുകയാണെങ്കിൽ, അപ്പോൾ ഇന്ത്യ അതുപോലെ പുടിനായിട്ടുള്ളതും ട്രംപുമായിട്ടുള്ള ഒരു കണ്ടീഷൻ 2-3 ഡേയ്സ് കൊണ്ട് മുന്നോട്ട് പോസിറ്റീവായിട്ട് വരികയാണെങ്കിൽ ഇത് നെറ്റ് മാർക്കറ്റിന് വേണ്ടി നല്ലതായിരിക്കും. നമ്മുടെ മാർക്കറ്റിന് റിക്കവറി ഉണ്ടാവാം. പക്ഷേ ഇതൊന്നും ഐഡിയലായിട്ട് പറയുന്നതാണ്. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഒരു കാര്യവും പ്രൈവറ്റായിട്ട് നടക്കുന്ന മീറ്റിങ്ങുകൾ പലതും നമുക്കൊരിക്കലും അറിയാറില്ല. അതിൻ്റെ ഔട്ട്പുട്ടുകളൊന്നും അറിയില്ല. ഓരോരുത്തർ പടച്ചു വിടും, അതൊന്ന് കോപ്പി എടുത്ത് വേറെ ആൾ പടയ്ക്കുന്നു. എനിക്ക് പ്രതീക്ഷകളൊന്നുമില്ല. ഇതും പറഞ്ഞിട്ട് മാർക്കറ്റിൽ മൂവ്മെൻറ്റ് ഉണ്ടാക്കാൻ കൊള്ളാം. മൂവ്മെൻറ്റ് ഉണ്ടാക്കാൻ ഡിഫൻസ് സ്റ്റോക്കുകൾക്ക് കഴിയും. ഞാൻ വരെ ബുക്ക് ചെയ്യുക പ്രോഫിറ്റ്. കുടുങ്ങി കിടക്കുന്നവരെ സംബന്ധിച്ച് ഡിഫൻസ് സ്റ്റോക്കിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ട് നൈസായിട്ട് എക്സിറ്റ് ചെയ്യാൻ പറ്റിയ ചിലപ്പോൾ ഒരു അവസരമായി മാറാം. ഒന്ന് ശ്രദ്ധിക്കുക. മാർക്കറ്റ് ട്രെൻഡ് സൈഡ് വേസാണ്. 10:30 നോക്കുക. ഡോളർ റുപ്പിയുടെ ഡിഫറൻസ് തന്നെയാണ് നോക്കുക. എപ്പോൾ വേണമെങ്കിലും റുപ്പിയിൽ റിക്കവറി വരാം. അത് RBI ഇടപെടുന്നതുകൊണ്ടാണ്. അങ്ങനെ ഇടുമ്പോൾ ഒന്ന് റിക്കവറി ചെയ്യും.
അങ്ങനെ ഗവൺമെൻറ് റിക്കവറി ചെയ്യിപ്പിക്കാൻ തുടങ്ങിയ ഒരു 3-4 ദിവസത്തെ സമയമൊക്കെ പിന്നെ റിക്കവറിയിൽ വരും. പക്ഷേ അതുകൊണ്ടും ഈ വീക്ക്നെസ് തീരോ എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. മാക്സിമം ഹൈയിൽ സെല്ല് ചെയ്യുന്നതായിരിക്കും ബെറ്റർ എന്ന് തോന്നുന്നു. താങ്ക് യു.